ഈ വീഡിയോ എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. ഈ വീഡിയോ എനിക്കൊരു ഓർമ്മപ്പെടുത്തലാണ്. കഴിഞ്ഞൊരു 1.5 വർഷമായിട്ട് ഞാൻ വോളണ്ടിയറിങ്ങിന് പോകുന്നുണ്ട്. വോളണ്ടിയറിങ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ കാണുന്ന വഴിയിലുള്ളൊരു പാർക്കാണിത്. പക്ഷെ എന്തോ ഞാൻ ഇന്നേ വരെ ഈ വഴിയിൽ കയറി നോക്കിയിട്ടില്ല. പൊതുവേ ഇങ്ങനത്തെ മരങ്ങളും ചെറുതായൊരു വഴിയൊക്കെ കാണുമ്പോൾ കയറി നോക്കാൻ കൗതുകമുള്ളൊരു വ്യക്തി തന്നെയാണ് ഞാൻ. പക്ഷേ എന്തോ ഞാൻ നോക്കിയിട്ടില്ല. കഴിഞ്ഞ ദിവസം ഞാൻ നടന്നു പോകുമ്പോൾ ന്യായം പോലെ പെട്ടെന്ന് ഈ പാർക്കിൻ്റെ സൈഡിലുള്ള ഒരു എഴുത്ത് ഞാൻ ശ്രദ്ധിച്ചു. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇതൊരു പാർക്കാണെന്ന്. അപ്പം ഞാൻ ഓർത്ത് എന്നാൽ പിന്നെ ഒന്ന് കയറി നോക്കാം. പൊതുവേ ഇങ്ങനത്തെ വഴിയൊക്കെ കാണുമ്പോഴത്തേക്കും ഒരു ഇൻട്രസ്റ്റ് തോന്നിയാൽ, ഒരു കൗതുകം തോന്നിയാൽ കയറി നോക്കാനൊരു മടിയാവും. അത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണോ, പ്രത്യേകിച്ച് പുറത്തുള്ള രാജ്യമാണ്, നമ്മളിവിടെ പുതിയതാണ്. അപ്പം അങ്ങനെയൊക്കെ മാറി മടിച്ചൊക്കെ നിന്നിട്ടുണ്ട്. പാർക്കിൽ നിന്ന് കണ്ടപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ ശരി പോയി നോക്കാം. പക്ഷെ അപ്പോൾ ആ മൊമെൻറ്റിൽ തന്നെ ഞാൻ ഓർത്തു വേണോ നടന്നങ്ങ് പോവാം. പക്ഷെ ഇല്ല, എന്തോ പോയി നോക്കാം എന്ന് വീണ്ടും എൻ്റെ മനസ്സെന്നെ തോന്നിച്ചു. അങ്ങനെ കയറി ഇപ്പം ഈ കണ്ട കാഴ്ചകളെല്ലാം കണ്ട് ഇവിടെ കുറച്ച് നേരം ഇങ്ങനെ ചിന്തിച്ചിരുന്നപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, പണ്ടേ എനിക്കുള്ളൊരു ശീലമുണ്ട്. നമ്മൾ കുഞ്ഞുനാളിലെ ട്യൂഷനൊക്കെ പോകുമ്പോൾ സൈക്കിളിലാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. ട്യൂഷനൊക്കെ കഴിഞ്ഞ് കൂട്ടുകാരുണ്ടെങ്കിൽ അവരുടെ ഒപ്പം, ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക്, ഇല്ലെങ്കിൽ അവധി ദിവസങ്ങളിൽ ഞാൻ സൈക്കിളെടുത്ത് വീടിൻ്റെ ചുറ്റുമുള്ള അല്ലെങ്കിൽ വീടിനടുത്തുള്ള പരിസരങ്ങളൊക്കെ കാണാൻ പോകും. ഓരോ വഴികൾ പഠിക്കാൻ പോകും. അപ്പോൾ വലുതായി കഴിഞ്ഞതിന് ശേഷം സ്കൂട്ടറൊക്കെ ഓടിക്കാൻ തുടങ്ങിയ ടൈമിൽ ബ്ലോക്കൊക്കെ വരുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ ഊട് വഴികളിലൂടെയൊക്കെ പോകും. അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ ചോദിക്കും, നിനക്ക് ഈ ഊട് വഴിയൊക്കെ എങ്ങനെ അറിയാവുന്നത്? ഞാൻ പറയും, കുഞ്ഞുനാളിൽ ഇങ്ങനെ സൈക്കിളൊക്കെ എടുത്ത് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പോകും. ഓരോ വഴികളിൽ എന്താ ഉള്ളത്, ഓരോ വീടുകൾ എങ്ങനെയാണ്, ഓരോ പരിസരം എങ്ങനെയാണ്, അങ്ങനെ അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാനൊരു കൗതുകം എനിക്കുണ്ടായിരുന്നു. ഇവിടെ എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഓസ്ട്രേലിയയിലാണ് കേട്ടോ. ഓസ്ട്രേലിയക്ക് മൂവ് ചെയ്തിട്ട് ഇപ്പോൾ 2 വർഷം കഴിയുന്നു. ഇവിടെ വന്നതിന് ശേഷം ആദ്യ കാലങ്ങളിൽ എനിക്കിവിടെ ജോലിയൊക്കെ ആവുന്നതിന് മുന്നേ സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ നടക്കാൻ പോവുകയും ഇതുപോലെ എക്സ്പ്ലോറൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ പണ്ടത്തെ അത്ര ആ ഒരു ഫ്രീക്വൻസി ഇല്ല പല കാര്യങ്ങൾ. പക്ഷേ ഇപ്പോൾ ഞാൻ 9 to 5 ജോബ് ചെയ്യുന്നുണ്ട്, പിന്നെ ഒരു ഓൺലൈൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ലൈഫ് ഓൾമോസ്റ്റ് ഒക്യുപ്പൈഡ് ആണ് എൻ്റെ. പക്ഷേ ചില സമയങ്ങളിൽ ഞാനിരുന്ന് ആലോചിക്കും, ഞാൻ ആ ഒരു സമയമൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. ഈവൻ ഇവിടെ ഫസ്റ്റ് വന്ന ടൈമിൽ എനിക്ക് അത്യാവശ്യം ടൈം ഉണ്ടായിരുന്നു, സ്പേസ് ഉണ്ടായിരുന്നു, എനർജി ഉണ്ടായിരുന്നു ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ ആയിട്ട്. അതൊന്നും എനിക്കിപ്പോൾ കിട്ടുന്നില്ല. ടൈം ഉണ്ടെങ്കിൽ അതിനുള്ളൊരു എനർജി ഇല്ല, സ്പേസ് ഇല്ല. ഇപ്പോൾ ഈ എടുത്തിരിക്കുന്ന വീഡിയോ ഞാൻ വോളണ്ടിയറിങ് കഴിഞ്ഞ് എൻ്റെ അടുത്ത വർക്കിലേക്ക് പോകുന്ന ഇൻ ബിറ്റ്വീൻ ടൈമിലാണ്. സോ അന്നത്തെ ദിവസം എനിക്ക് ഇത്തിരി ഒരു ഫ്ലെക്സിബിലിറ്റി കിട്ടിയായിരുന്നു വർക്കിന് ജോയിൻ ചെയ്യാനായിട്ട്, മീൻസ് വർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പം എനിക്ക് വേണമെങ്കിൽ നേരത്തെ സ്റ്റാർട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്താലും മതി. അപ്പോൾ ഞാൻ ഓർത്തു, വൈ നോട്ട് ഇവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്ത് റിലാക്സ് ചെയ്ത് ബുക്കൊക്കെ വായിച്ച് നന്നായി എനിക്ക് ടൈം ആൻഡ് എനർജി ആ സ്പേസ് ഉള്ളപ്പോൾ അത് യൂട്ടിലൈസ് ചെയ്യാം. വീട്ടിലെ വർക്കൊക്കെ കഴിഞ്ഞെത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു എനർജി, ആ ഒരു സ്പേസ്, ഹെഡ് സ്പേസ് ഉണ്ടാവണം എന്നില്ല. അപ്പോൾ ഇപ്പം എനിക്ക് ടൈമുണ്ട്, ആ ഒരു ഹെഡ് സ്പേസ് ഉണ്ട്, എന്നെന്തുകൊണ്ട് അത് യൂട്ടിലൈസ് ചെയ്തുകൂടാ. അങ്ങനെ ഇരുന്നപ്പോൾ എനിക്കെന്തോ ഇത് വീഡിയോ എടുക്കാൻ തോന്നി. വളരെ വളരെ പീസ്ഫുള്ളായിട്ടുള്ളൊരു ടൈമായിരുന്നു. തലയിൽ കൂടെ പല പല ചിന്തകളും തോട്ട്സൊക്കെ പോകുന്നുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ കുറച്ച് നേരം ആ നേച്ചറിൻ്റെ ബ്യൂട്ടിയും ആ ശബ്ദവും ഒക്കെ എന്നെ ഹെൽപ്പ് ചെയ്തു കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്യാൻ. അപ്പോൾ ഇതെനിക്ക് തന്നെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഡു എക്സ്പ്ലോർ, കുറച്ച് ടൈം കണ്ടെത്തുക. ഇപ്പോൾ ഇത് ആക്സിഡൻ്റലി വന്ന് കിട്ടിയൊരു സിറ്റുവേഷനാണ്. പക്ഷെ നെക്സ്റ്റ് ടൈം ഞാൻ തന്നെ ടൈം കണ്ടെത്തി ഇത്തരം സിറ്റുവേഷനിൽ എന്നെ കൊണ്ടെത്തിക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ തിരക്കൊക്കെ ഇട്ട് പോകുന്നൊരു ലൈഫ് സ്റ്റൈലാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും ഓരോ ഹിഡൻ ജെംസ്, ഹിഡൻ പ്ലേസസ് ഉണ്ടാവും. ഇതിൽ കാണുന്ന ഈ ഫ്രൂട്ട്സ്, ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുക കേട്ടോ. ഇങ്ങനെ നമ്മൾ നടന്നു പോകുമ്പോൾ പലതും കണ്ടിട്ടുണ്ടെങ്കിലും ഒന്ന് നിന്ന് നോക്കി അതെന്താണെന്ന്
നോക്കാനെന്നുള്ള ചിലപ്പോൾ ടൈം ഉണ്ടാവില്ല, ഹെഡ് സ്പേസ് ഉണ്ടാവില്ല. ചിലപ്പോൾ പരിസരത്തെ ആൾക്കാരെ കാണുമ്പോൾ അയ്യോ ഞാനിങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയുള്ള പല തരം തോട്ട്സ് ആയിരിക്കും. പക്ഷേ ഇത് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമെങ്കിൽ, നിങ്ങൾക്കിത് സന്തോഷം തരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗോ ഫോർ ഇറ്റ്. അങ്ങനെ കുറച്ച് നേരം ഇരുന്നതിന് ശേഷം ഞാൻ വീണ്ടും നടക്കാൻ തുടങ്ങി. ഞാൻ നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പാർക്കിൻ്റെ മറ്റൊരു എൻട്രൻസ് കാണുന്നത്. അപ്പോഴാണ് ഈ പാർക്കിൻ്റെ പേര് തന്നെ ഞാൻ ശ്രദ്ധിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോഴാണ് വീണ്ടും വേറൊരു മരം. നല്ല രസമുണ്ടായിരുന്നു മരത്തിലെ ഫ്രൂട്ട്സ് കാണാനായിട്ട്. നല്ല റെഡിഷായിട്ട്, ലുക്സ് ലൈക്ക് എ പ്ലം, ബട്ട് ഐ വാസ് നോട്ട് ഷുവർ അത് പ്ലം ആണോ എന്താണെന്നുള്ളത്. അപ്പോൾ എനിക്കിത് കഴിക്കാനും തോന്നുന്നുണ്ട്, പക്ഷെ പെട്ടെന്ന് ഒരു പേടി, ഇത് കഴിക്കാൻ പറ്റുന്നതാണോ. എനിക്ക് ആഡമിൻ്റെയും ഈവിൻ്റെയും സ്റ്റോറിയൊക്കെ ഓർമ്മ വന്നു. ആൻഡ് റീസെൻ്റ്ലിയും കൂടെ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞുള്ളൂ, ഏതെങ്കിലും വഴി കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും കണ്ട് അതിൻ്റെ പുറകെ പോകുന്നൊരു നേച്ചർ നിനക്കുണ്ട്, നീ സൂക്ഷിക്കണേ എന്നുള്ളത്. പക്ഷേ ഈ പറഞ്ഞ പോലെ കൗതുകം അല്പം കൂടിയത് കൊണ്ടും എന്താണെന്ന് ഒന്ന് ട്രൈ ചെയ്യാനായിട്ടും, പിന്നെ ഇങ്ങനത്തെ ഫ്രൂട്ട്സ് കണ്ടു കഴിഞ്ഞാൽ കഴിക്കാൻ ലേശം കൊതിയുള്ള കൂട്ടത്തില്ല. പ്രത്യേകിച്ച് എന്തെങ്കിലും പറിച്ച് കഴിക്കാൻ പറ്റുന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതെനിക്ക് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ്. അപ്പോൾ തൊട്ടൊക്കെ നോക്കിയപ്പോൾ അത്യാവശ്യം ഒരു പഴുപ്പൊക്കെ തോന്നി. അപ്പം ഞാൻ അപ്പം തന്നെ ഗൂഗിൾ ലെൻസിൽ സെർച്ചൊക്കെ ചെയ്ത് നോക്കി, എഡിബിളാണെന്ന് മനസ്സിലായി. പിന്നെ ഒന്നും നോക്കിയില്ല, കഴിച്ചു. അത്യാവശ്യം മധുരവും ഒരു ചവർപ്പും ഉണ്ടായിരുന്നു.